live section. For listening, as usual, this is Devika from Teachers Academy. ഓക്കെ, നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആസ് യൂഷ്വൽ സ്റ്റുഡൻസൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ OET പ്രാക്ടീസൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരുടെയും അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ ജോണി. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ സ്റ്റുഡൻസൊക്കെ ജോയിൻ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ ലൈവ് സെക്ഷൻ, നമ്മുടെ ഇന്നത്തെ ലൈവ് സെക്ഷൻ എന്ന് പറയുന്നത് ലിസണിങ് പാർട്ട് 7 സ്ട്രാറ്റജീസാണ്. ആ സ്ട്രാറ്റജീസിനെ കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു കോൺഫിഡൻറ്റോടു കൂടി ലിസണിങ് പാർട്ട് 7 ക്രാക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ 24 ഔട്ട് ഓഫ് 24 തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് സ്ട്രാറ്റജീസാണ് നമ്മൾ ഇന്ന് മെൻഷൻ ആക്കിയിരിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമി, അനദർ ലൈവ് സെക്ഷൻ ഫോർ ലിസണിങ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ടോപ്പിക്കാണ് ലിസണിങ് പാർട്ട് 8 സ്ട്രാറ്റജീസാണ്. സോ ഇവിടെ ഫസ്റ്റ് കുറച്ച് ബുള്ളറ്റ് പോയിൻ്റൊക്കെ തന്നിട്ടുണ്ട്. നോക്കി, ടെസ്റ്റ് യുവർ നോളജ് ഓഫ് മെഡിക്കൽ ലെയ്മാൻ ടെർമിനോളജി അല്ലേ. സോ നമ്മുടെ നോളജ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോക്കകത്ത് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി പാർട്ടിൽ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഓഡിയോസിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻ്റ് പറയുന്ന ആൻസേഴ്സ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ OET ക്വസ്റ്റ്യൻസിനകത്തും അല്ലെങ്കിൽ പാർട്ട് A ക്വസ്റ്റ്യൻസിനകത്തും. സോ നമുക്ക് ഡോക്ടേഴ്സ് പറയുന്നത് വിരലിലെണ്ണാവുന്നത്ര ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ പേഷ്യൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ആൻസേഴ്സ് ആയിരിക്കും. സോ പേഷ്യൻ്റെ സൈഡിൽ നിന്നുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ ലാംഗ്വേജ് അല്ലെങ്കിൽ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമൺ പീപ്പിളിന് ഫെമിലിയർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും പറയുന്നത് അക്കോർഡിംഗ് ടു അല്ലെങ്കിൽ കമ്പയർ ടു മെഡിക്കൽ ലാംഗ്വേജ്. നമ്മുടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആണ് മെഡിക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അപ്പം ആ ഒരു ലെയ്മാൻ ടെർമിനോളജി നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റാവുന്നുള്ളൂ, പാർട്ട് Aയുടെ വേർഡ്സൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. സോ അതിൻ്റെ സിനോണിമസ് ആയിരിക്കും നമുക്ക് എവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ ടാസ്കിൻ്റെ അകത്തോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ അകത്തോ വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോയ്ക്കകത്ത് പേഷ്യൻസ് പറയുന്നത് കോമൺ ആയിട്ടുള്ള ലാംഗ്വേജും നമ്മുടെ എന്ന് പറയുന്നത് ഒരു ഫോർമൽ അല്ലെങ്കിൽ ഫോർമൽ സെൻറ്റൻസിലായിരിക്കും വന്നിട്ടുണ്ടാവുന്നത്. സോ അതിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ സിനോണിമസ് വേർഡ്സ് ഒന്ന് റെക്കഗ്നൈസ് ചെയ്താൽ നമുക്ക് പാർട്ട് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ആൻസേഴ്സ് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ആ ഒരു ക്രൈറ്റീരിയ ആണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടെസ്റ്റ് യുവർ നോളജ് ഓഫ് മെഡിക്കൽ ടു ലെയ്മാൻ ടെർമിനോളജിയാണ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ലേൺ ദി സ്ട്രക്ചർ ഓഫ് പാർട്ട് Aയുടെ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ലേൺ സ്ട്രാറ്റജീസ് ഓഫ് കംപ്ലീറ്റിംഗ് പാർട്ട് A കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് സ്ട്രാറ്റജീസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന പ്രാക്ടീസ് ഗ്യാപ്പ് ഫിൽ സ്ട്രാറ്റജീസിനെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിനെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ആൻസേഴ്സിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹോൺ യുവർ ലിസണിങ് സ്കിൽസ് വിത്ത് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദി ടെക്സ്റ്റ്. സോ ഒരു എക്സ്ട്രാക്റ്റും നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. സോ പ്ലസ് എക്സ്ട്രാക്റ്റിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്, നമുക്കിവിടെ ഓഡിയോ വെക്കാൻ നമുക്ക് പറ്റത്തില്ല. സോ ട്രാൻസ്ക്രിപ്റ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സോ ആ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ഗൈസ് ടുഡേയ്സ് ലൈവ് സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലിസണിങ്ങിൻ്റെ പാർട്ട് A സ്ട്രാറ്റജീസാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു. സോ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ സ്ട്രാറ്റജീസ് പാർട്ട് Aയിൽ എങ്ങനെയൊക്കെയാണ് ആ സ്ട്രാറ്റജീസ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളത്. ഓക്കെ, സോ വൊക്കാബുലറി നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ വൊക്കാബുലറി ഇൻഫോർമൽ ലാംഗ്വേജിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ്.
സോ ഇവിടെ ലാംഗ്വേജ് ഫ്രേസൽ വേർബ്സ് കണ്ടെയ്ൻ എ വേർബ്, എ പ്രൊപ്പോസിഷൻസ് ആൻഡ് സംടൈംസ് ആൻ ഒബ്ജക്റ്റ്. സോ നമ്മുടെ ഫ്രേസൽ വേർബ്സ് അല്ലെങ്കിൽ ഒരു ഫോമലായിട്ടുള്ള വേർബ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫോമലായിട്ടുള്ള ഫ്രേസിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു വേർബ് ഉണ്ടായിരിക്കും, ഒരു പ്രൊപ്പോസിഷൻ ഉണ്ടായിരിക്കും, സംടൈംസ് ഒരു ഒബ്ജക്റ്റിനെയും അവർ ആഡ് ചെയ്യും. സോ അക്കോർഡിംഗ് ടു ഫ്രേസ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു സെൻറ്റൻസ് അനുസരിച്ചായിരിക്കും ഇത് വരുന്നത് അല്ലേ. സോ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് എക്സാമ്പിളാണ് ഗെറ്റ് ഓൺ വിത്ത് സംതിങ്. സോ നമ്മുടെ ഓഡിക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും ഗെറ്റ് ഓൺ വിത്ത് സംതിങ്. സോ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സംതിങ് വർക്ക്സ് വെൽ ഫോർ ആൻ ഇൻഡിവിജ്വൽ. നിങ്ങൾ റീഡിങ്ങിലെ ഫ്രേസൽ അല്ലെങ്കിൽ ഇഡിയംസ് പഠിക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ ഇഡിയംസും നമുക്ക് നോക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇഡിയംസ് എന്ന് പറയുന്നത്. സോ ഗെറ്റ് ഓൺ വിത്ത് സംതിങ് അല്ലെങ്കിൽ ആ ഫ്രേസൽ വേർബ്സിനെ നമ്മൾ എലാബറേറ്റ് ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് സംതിങ് വർക്ക്സ് വെൽ ഫോർ ആൻ ഇൻഡിവിജ്വൽ. സോ എന്തോ ഒരു കാര്യം സംതിങ് കൊണ്ട് ആ പേഷ്യൻ്റ്, അല്ലെങ്കിൽ നമുക്കിവിടെ പേഷ്യൻ്റാണ് അല്ലേ, ആ പേഷ്യൻറ്റിന് ഒന്ന് നല്ല രീതിയിൽ അല്ലെങ്കിൽ അവരുടെ റിക്കവറിക്ക് നല്ലൊരു വാക്ക് വേണം, അല്ലെങ്കിൽ ഗെറ്റ് ഓൺ വിത്ത് സംതിങ് എന്ന് പറയുന്നത് എന്തോ ഒരു കാര്യമുണ്ട് ആ ഇൻഡിവിജ്വലിന് കൂടുതൽ വെല്ലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഒരു റിക്കവറി കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഞാൻ റെഡിൽ എഴുതിയേക്കുന്ന അതിൻ്റെ എക്സാമ്പിളാണ്. സോ ഗെറ്റ് ഓൺ വിത്ത് സംതിങ്ങിൻ്റെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഫ്രേസ് എന്ന് പറയുന്നത് ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ഓൺ വിത്ത് ദോസ് ടാബ്ലറ്റ്സ്, സോ ഐ ആസ്ക്ഡ് മൈ ഡോക്ടർ ഫോർ എ ഡിഫറെൻറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രിസ്ക്രിപ്ഷൻസ് എന്നാണ് പറയുന്നത്. സോ ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ഓൺ വിത്ത് ദോസ് ടാബ്ലറ്റ്സ്. സോ ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്ത ടാബ്ലറ്റ് അവർക്ക് കിട്ടുന്നില്ല, ഇതുവരെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. സോ ഐ ആസ്ക്ഡ് മൈ ഡോക്ടർ ഫോർ എ ഡിഫറെൻറ്റ് പ്രിസ്ക്രിപ്ഷൻ. സോ നമ്മൾ എന്താണ് ആ ഡോക്ടറിൻ്റെ അടുത്ത് ആ പേഷ്യൻ്റ് അടുത്തൊരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതല്ലാതെ വേറൊരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുവാണ് അല്ലേ. സോ ഇതാണ് സംതിങ് ഗെറ്റിംഗ് ഓൺ വിത്ത് സംതിങ്. സോ സംതിങ് എൽസ് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ ഒരു പർട്ടിക്കുലർ പേഴ്സണ് ഗെറ്റ് വെൽ സൂൺ ആവാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. സോ അതാണ് ഗെറ്റ് ഓൺ വിത്ത് സംതിങ് എന്നൊരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കോമണായിട്ട് ലിസണിങ്ങിന് വരുന്നതാണ് ടു പുട്ട് എ ഡൗൺ ടു ബി എന്നാണ് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് സംതിങ് ആയിരിക്കും, ബി എന്ന് പറയുന്നത് സംതിങ് ആയിരിക്കും. സോ ടു പുട്ട് സംതിങ് ഡൗൺ ടു സംതിങ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താ നമുക്ക് എക്സാമ്പിളായിട്ട് വന്നിട്ടുണ്ട് ടു ഫൈൻഡ് ഔട്ട് എ ക്വിക്ക് എക്സ്പ്ലനേഷൻ ഫോർ സംതിങ്. സോ എന്തോ ഒരു കാര്യത്തിന് ഒരു ക്വിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നെങ്കിൽ നമ്മൾ ടു പുട്ട് അല്ലെങ്കിൽ ഡൗൺ ടു എന്നൊക്കെ പറയാം അല്ലേ. സോ ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട് ഐ പുട്ട് ദി ഇൻസോംനിയ ഡൗൺ ടു സ്ട്രെസ് അറ്റ് വർക്ക്. സോ ഐ പുട്ട് ദി ഇൻസോംനിയ ഡൗൺ ടു സ്ട്രെസ് അറ്റ് വർക്ക്. സോ ഇവിടെ ഓൾറെഡി സ്ട്രെസ് വർക്ക് മൂലം അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ് മൂലം അവർക്ക് ഇൻസോംനിയ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ക്വിക്ക് എക്സ്പ്ലനേഷനാണ് പറയുന്നത് എൻ്റെ വർക്കും കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് വർക്കും കൊണ്ടാണ് അവർക്ക് ഇൻസോംനിയ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സ്ലീപ്പിംഗ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ടു പുട്ട് ഓൺ വെയിറ്റ്. ഇത് കോമൺ ആണ് അല്ലേ. സോ നമ്മുടെ പേഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ലിസണിങ്ങിൻ്റെ മെറ്റീരിയലിനകത്ത് കാണും പേഷ്യൻ്റ് പുട്ട് ഓൺ വെയിറ്റ് ആണെന്ന് പറയും അല്ലേ. സോ പുട്ട് ഓൺ വെയിറ്റ് മീൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ടു ഗെയിൻ വെയിറ്റ് ആണ്. സോ ഇപ്പോൾ നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുകയാണ് ഐ പുട്ട് ഓൺ 5 kg. ഇവിടെ 5 kg ആയിരിക്കും അവിടെ ഡാഷായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. ടു പുട്ട് ഓൺ വെയിറ്റ്, ആ പേഷ്യൻറ്റിന് വെയിറ്റ് കൂടുവാണ് ഡാഷ് എന്ന് പറയുകയാണ്. ഇപ്പോൾ 5 kg ആണെങ്കിൽ നമ്മുടെ ഓഡിയോക്കകത്ത് പറയുന്ന ഐ പുട്ട് ഓൺ വെയിറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിനോണിമസ് യൂസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത് 5 kg വെൻ ഐ ഹാഡ് എ ഹോളിഡേ ഇൻ ഇറ്റലി. സോ അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്രേസലിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. സോ ടു പുട്ട് ഓൺ വെയിറ്റ് മീൻസ് ഐ പുട്ട് ഓൺ 5 kg വെൻ ഐ ഹാഡ് എ ഹോളിഡേ ഇൻ ഇറ്റലി. സോ ജസ്റ്റ് എക്സാമ്പിളാണ്, നമ്മുടെ ഓഡിയോക്കകത്ത് പല വെയിറ്റും പറയാമായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ഒരു ഫ്രേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗെയിൻ വെയിറ്റ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു സെൻസ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ. സോ നെക്സ്റ്റ് ടു എൻഡ് അപ്പ് സംവെയർ. നമ്മുടെ ഒരു കോൺവെർസേഷൻ തീരുമ്പം അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം തീരുമ്പം നമ്മൾ ടു എൻഡ് അപ്പ് പോയിൻ്റ് അല്ലെങ്കിൽ ടു എൻഡ് അപ്പ് എന്ന് പറയാം അല്ലേ. സോ അപ്പം ഇവിടെ ടു എൻഡ് അപ്പ് പോയിൻ്റാണ് ടു എൻഡ് അപ്പ് സംവെയർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് വി എൻഡ് അപ്പ് ഇൻ ദി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. സോ ആ ഒരു കേസ് എൻഡ് ചെയ്തത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു പേഷ്യൻ്റെ പർട്ടിക്കുലർ പ്രോബ്ലംസ് എൻഡ് ചെയ്ത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് പറയാം. സോ അങ്ങനെ സോ മെനി എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ടു എൻഡ് അപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ കാര്യം എൻഡ് ചെയ്യുന്നത് പോലെയാണ് ആ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ?
ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ്, ടു ബി അപ്പ്. അതിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ടു റൺ ഔട്ട് ഓഫ് ടൈം ഓർ ടു റീച്ച് എ ഡെഡ് ലൈൻ. എക്സാമ്പിൾ വായിക്കും നമുക്ക് മനസ്സിലായിക്കോളും. വി എഗ്രി ടു ട്രൈ കൺസർവേറ്റീവ് മെഷേഴ്സ് ഫോർ 3 months ആൻഡ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് അപ്പ്. സോ ഇവിടെ എഗ്രി ചെയ്തു കൺസർവേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഓൾറെഡി എഗ്രി ചെയ്തു. സോ അത് എന്തിനു വേണ്ടി? ഫോർ 3 months ലേറ്റായിരുന്നു. സോ ഇപ്പോൾ അത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് അപ്പ്. ഇപ്പോൾ അവിടെ ഓൾറെഡി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സോ ടു ബി അപ്പ് അല്ലെങ്കിൽ ടു റൺ ഔട്ട് ഓഫ് ടൈം, ആ ടൈം തീർന്നു അല്ലെങ്കിൽ ആ ഒരു എൻഡിലോട്ടെത്തി, അല്ലെങ്കിൽ ടു റീച്ച് എ ഡെഡ് ലൈൻ മീൻസ് ആ ഒരു എൻഡിലോട്ടെത്തി, പർട്ടിക്കുലർ സംതിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ എൻഡിലോട്ടെത്തിയതിനാണ് ടു ബി അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഫ്രേസസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് എക്സ്പെഷ്യലി സി പാർട്ടിൽ നമുക്ക് വരാറുണ്ട്, എ പാർട്ടിൽ നമുക്ക് കൂടുതലായിട്ട് വരാറുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇങ്ങനത്തെ ഫ്രേസസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ എന്തായിരിക്കും? ഈസി ആയിരിക്കും. സോ അതാണ് വൊക്കാബുലറി അല്ലെങ്കിൽ ഇൻഫോർമൽ ലാംഗ്വേജിലോട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം. ഈ ഇൻഫോർമൽ ലാംഗ്വേജ് ആണ് നമ്മുടെ പേഷ്യൻ്റ് യൂസ് ചെയ്യുന്നതും ഫ്രേസൽ വേർബ്സ് ആണ് നമ്മുടെ എന്തായിട്ട് വന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ അപ്പം അതൊന്ന് റെക്കഗ്നൈസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്തായിരിക്കും എ പാർട്ടിലെ ആൻസേഴ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ മൂവ് ഓൺ ടു അനദർ സെക്ഷൻ. സോ ഇവിടെ മെഡിക്കൽ ലേമൻ. സോ ഇവിടെ ലേമൻ മീൻസ് വൊക്കാബുലറി ആണ്, വൊക്കാബുലറി മെഡിക്കൽ ലേമൻ. സോ ഇവിടെ എന്താണ്? ലേമൻ ടൈംസ് അല്ലെങ്കിൽ ലേ ടൈംസ് ആയിരിക്കും നമ്മുടെ പേഷ്യൻസ് സംസാരിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കാം നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട്. പേഷ്യൻസ് മേ യൂസ് ലേ ടൈംസ് വെൻ ടോക്കിംഗ് അബൌട്ട് പാർട്സ് ഓഫ് ദി ബോഡി ഓർ സെൻസേഷൻസ്. നമുക്കറിയാം അല്ലേ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ പല മെറ്റീരിയൽസിനകത്തും കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ പേഷ്യൻസ് സംസാരിക്കുന്നത് ലേമാൻ ടേംസിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ലാംഗ്വേജിലായിരിക്കും നമ്മുടെ പേഷ്യൻസ് സംസാരിക്കുന്നത്. ആ ഇൻഫോർമൽ ലാംഗ്വേജിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസേഴ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ നോക്കിക്കേ, എക്സ്പെഷ്യലി ബോഡി പാർട്സും സെൻസേഷൻസിനെയൊക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ മെഡിക്കലിൽ പറയുമ്പോൾ ത്രോംബിങ് സെൻസേഷൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ. സോ പാരസ്തീഷ്യ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെയാണ് മെഡിക്കൽ ടേം എന്ന് പറയുന്നത്. പക്ഷേ ഇത് പേഷ്യൻ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്താണ്? അതൊരു ലേമാൻ സ്റ്റേജിലോട്ടായിരിക്കും വരുന്നത്. സോ ഇവിടെ ഫസ്റ്റ് വൺ നോക്കുന്നത് ക്ലാവിക്കിൾ ആണല്ലേ. പേഷ്യൻസ് മേ യൂസ് ലേ ടേംസ് വെൻ ടോക്കിംഗ് അബൌട്ട് പാർട്സ് ഓഫ് ദി ബോഡി ഓർ സെൻസേഷൻസ് ആണ്. സോ ഇവിടെ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ക്ലാവിക്കിളാണ്. ക്ലാവിക്കിൾ. സോ ഇവിടെ ക്ലാവിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്ലാവിക്കൽ ഒരു ബോഡി പാർട്ടാണ് അല്ലേ. സോ അതൊരു പേഷ്യൻ്റ് സംസാരിക്കുമ്പം ക്ലാവിക്കിൾ എന്ന് പറയണമെന്ന് നിർബന്ധമില്ല അല്ലേ. എന്നാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ക്ലാവിക്കലിന് പകരം നമ്മുടെ പേഷ്യൻസ് എന്തായിരിക്കും പറയാൻ പോകുന്നത്? സോ ഇവിടെ കോളാർ ബോൺ എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അല്ലേ. ക്ലാവിക്കലിന് പകരം നമ്മൾക്ക് എന്താണ്? കോളാർ ബോൺ എന്നാണ് നമ്മൾ പറയാറ്, കോമൺ ആയിട്ട് പറയാറ്. സോ ഇവിടെ എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഐ ബ്രോക്ക് മൈ കോളാർ ബോൺ ഇൻ എ കാർ ആക്സിഡൻറ്റ് വെൻ ഐ വാസ് 18. സോ 18ാമത്തെ വയസ്സിൽ അയാൾക്കൊരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ഒരു കാർ ആക്സിഡൻറ്റിനെ തുടർന്ന് അല്ലെങ്കിൽ കാർ ആക്സിഡൻറ്റ് ഫോളോയിങ് എന്താണ്? ഐ ബ്രോക്ക് മൈ കോളാർ ബോൺ, എൻ്റെ കോളാർ ബോൺ ബ്രോക്കായി അല്ലെങ്കിൽ ഫ്രാക്ചർ ഉണ്ടായി എന്നാണ് ആൾ മെൻഷൻ ചെയ്യുന്നത് അല്ലേ. സോ അപ്പോൾ ഇവിടെ ക്ലാവിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഫോമാറ്റിൽ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഒരു കോമൺ പേഷ്യൻസ് ആ ഒരു ക്ലാവിക്കലിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അതെന്തായിരിക്കും? കോളാർ ബോൺ എന്നായിരിക്കും. സോ നിങ്ങൾ ആ ഒരു ലേമൻ ടേംസിനെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പാർട്ട് എയിൽ നമുക്ക് ആൻസേഴ്സ് ക്യാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. സോ സെക്കൻഡ് ഓപ്ഷൻ നമ്മളിവിടെ എടുത്തേക്കുന്ന പെറ്റല്ലയാണ്. പെറ്റല്ലയ്ക്ക് നമ്മൾ കോമൺ ആയിട്ട് പീപ്പിൾസൊക്കെ പറയുന്നത് എന്താണ്? നീ ക്യാപ്പ് എന്നാണ് അല്ലേ. സോ എക്സാമ്പിൾ എവിടെ എടുത്തിട്ടുണ്ട്? വെൻ ഹി ടാക്കിൾഡ് മീ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് മൈ നീ ക്യാപ്പ് ജസ്റ്റ് പോപ്ഡ് മീൻസ് നീ ക്യാപ്പ് ഒരു നംനെസ് ഫീൽ ചെയ്തു അല്ലെങ്കിൽ ഒരു ഭയങ്കര കൂടുതലായിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിനെയാണ് പോപ്ഡ് എന്ന് പറയുന്നത്. സോ വെൻ ഹി ടാക്കിൾഡ് മീ, സോ എന്താണ്? അവൻ ടാക്കിൾഡ് ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് മൈ നീ ക്യാപ്പ് ജസ്റ്റ് പോപ്ഡ് ആയി പോയി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. സോ നെക്സ്റ്റ് പാരസ്തീഷ്യ. സോ ഇവിടെ പാരസ്തീഷ്യ നമ്മൾ മെഡിക്കൽ ഫോമാറ്റിലാണ് പറയുന്നത്. ഒരു കോമൺ മാൻ പറയുമ്പം അവിടെ എന്തായിരിക്കും? പാരസ്തീഷ്യ എന്നൊന്നും മെൻഷൻ ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ നംനെസ് ഓർ ടിംഗ്ലിംഗ് സെൻസേഷൻസ് എന്നേ ഇപ്പം നമ്മൾ പറയാറുള്ളൂ അല്ലേ. സോ ഇവിടെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഐ ഹാവ് ആൻ അൺകംഫർട്ടബിൾ ഫീലിംഗ് ഇൻ മൈ ഷോൾഡർ ലൈക്ക് എ നംനെസ് ഓർ ടിംഗ്ലിംഗ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താണ്? ഐ ഹാവ് ആൻ അൺകംഫർട്ടബിൾ ഫീലിംഗ് ഇൻ മൈ ഷോൾഡർ അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. സോ ലൈക്ക് എ നംനെസ് ഓർ ടിംഗ്ലിംഗ് എന്നാണ് പറയുന്നത്. സോ അതിന് നമ്മൾ മെഡിക്കൽ ഫോമാറ്റിൽ പറയുന്ന പാരസ്തീഷ്യ എന്നാണ്.
നെക്സ്റ്റ് സ്കാപ്പുല, ജസ്റ്റ് എക്സാമ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഇതിലും കൂടുതൽ വേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പാർട്ടിയിൽ വരാറുണ്ട്. ഇവിടെ എന്താണ് സ്കാപ്പുലയാണ്, ഷോൾഡർ ബ്ലേഡ് എന്നാണ് സ്കാപ്പുല നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഐ ഓഫൻ ഫീൽ എ ഷൂട്ടിംഗ് പെയിൻ ത്രൂ മൈ ഷോൾഡർ ബ്ലേഡ്സ് വെൻ ഐ ലിഫ്റ്റ് മൈ ആംസ് എബോവ് മൈ ഹെഡ് എന്നാണ് പറയുന്നത്. ഐ ഓഫൺ ഫീൽ ഷൂട്ടിംഗ് പെയിൻ. സോ പലപ്പോഴായിട്ടെന്നാണ് മീനിങ്. സോ പലപ്പോഴായിട്ട് നമുക്ക് ഷൂട്ടിംഗ് പെയിന് അവരുടെ ഷോൾഡർ ബ്ലേഡ്സിൽ ഉണ്ടാവാറുണ്ട്. സോ ഷോൾഡർ ബ്ലേഡ്സാണ് നമ്മളിവിടെ എന്താണ് മെഡിക്കൽ ഫോമാറ്റിൽ പറയുന്നത് സ്കാപ്പുല എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആ ഒരു മെഡിക്കൽ ലെയ്മാൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫോമാറ്റിനെ ഒരു ലെയ്മാൻ ടേംസിലോട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാർട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു റെക്കഗ്നൈസേഷൻ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനിൽ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. So move on to another section. Okay. So task overview ആണ് നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണ് നമ്മുടെ ന്യൂ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. നമ്മൾ ഹിയർ ചെയ്യാൻ പോകുന്ന 2 ഡിഫറെൻറ്റ് എക്സ്ട്രാക്ട്സ് ആയിരിക്കും അല്ലേ, പാർട്ടിയിലും 2 ഡിഫറെൻറ്റ് എക്സ്ട്രാക്ട്സ് ആയിരിക്കും. വർക്ക് പ്ലേസ് കൺസൾട്ടേഷൻ ആയിരിക്കും, നേഴ്സും പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സും പേഷ്യൻസും തമ്മിലുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷണൽസും പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ മെറ്റീരിയൽ അല്ലെങ്കിൽ എല്ലാ പാർട്ടിയിലും വന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്? 24 ക്വസ്റ്റ്യൻസ് ആണ്. 12 ക്വസ്റ്റ്യൻസ് പെർ എക്സ്ട്രാക്റ്റ് അല്ലേ. 12 ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും നമുക്ക് ഒരു എക്സ്ട്രാക്റ്റിൽ ഉണ്ടാവുന്നത്. നമുക്ക് എത്ര ടൈം ഉണ്ടായിരിക്കും? 4 to 5 minutes പെർ എക്സ്ട്രാക്റ്റ്. ആ ഓഡിയോ എന്ന് പറയുന്നത് ഒരു 5 minutes എങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ഓഡിയോ ആയിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത്, യു നീഡ് ടു കോംപ്രിഹെൻഡ്, ഇൻട്രപ്റ്റ്, ആക്യുറേറ്റ്ലി റെക്കോർഡ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ്, കംപ്ലീറ്റ് എ സെറ്റ് ഓഫ് സ്ട്രക്ചേർഡ് നോട്ട്സ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, പിന്നെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷനെ നമ്മളൊന്ന് മനസ്സിലാക്കുക. കംപ്ലീറ്റ് സെറ്റ് ഓഫ് സ്ട്രക്ചേർഡ് നോട്ട്സിനെ, ആ ഒരു തന്നിരിക്കുന്ന ഡാഷ് ക്വസ്റ്റ്യൻ നമ്മളൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് സ്ട്രക്ചേർഡ് നോട്ട്സ് ആയിട്ട് മാറ്റേണ്ടതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് 1 ടൈമേ ആ ഓഡിയോ കേൾക്കാൻ പറ്റത്തുള്ളൂ അല്ലേ, നമുക്ക് റിപ്പീറ്റൊന്നും കേൾക്കാനുള്ള ഒരു ഇതില്ല. സോ അപ്പോൾ നിങ്ങൾ കോൺസെൻട്രേഷനാണ് ഏറ്റവും കൂടുതൽ പാർട്ടിയിൽ വേണ്ടത്. സോ ഞാൻ ലാസ്റ്റ് ലൈവിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ. സോ ജസ്റ്റ് നിങ്ങളത് ഗോ ത്രൂ ചെയ്ത് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജീസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ ലെവലൊക്കെ കൂട്ടാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മുടെ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റും ഓഡിയോയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ് വേണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം ആ ഒരു സ്പീഡിൽ തന്നെ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് കോൺസെൻട്രേഷനാണ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജീസ് എടുത്ത് കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാനുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ടാസ്കിൻ്റെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ലിസണിങ് ടൈം അല്ലെങ്കിൽ ലിസണിങ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു ഹാവ് 30 seconds ടു സ്റ്റഡി ദ നോട്ട്സ് ബിഫോർ ഈച്ച് എക്സ്ട്രാക്റ്റ് അല്ലേ. നമുക്ക് 30 seconds ആണ് നമ്മുടെ ആ ഒരു എക്സ്ട്രാക്റ്റിനെ മനസ്സിലാക്കാൻ. സോ എക്സ്ട്രാക്റ്റിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ സംസാരിക്കാൻ പോകുന്ന സിനാരിയോസ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെസ്റ്റിനെ പറ്റി ഒരു എലാബറേഷൻ നമ്മുടെ ബിഗിനിങ്ങിലുണ്ടായിരിക്കും. സോ ആ എലാബറേഷൻ ഇപ്പോൾ സപ്പോസ് ന്യൂറോളജിക്കൽ വാർഡിൽ ഒരു ന്യൂറോളജിസ്റ്റ് സംസാരിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് കണ്ടീഷനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്നാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അത് വായിച്ചിട്ടേ നിങ്ങൾ എന്തിലോട്ട് പോവുള്ളൂ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഫോമാറ്റിലോട്ട് പോവുള്ളൂ. സോ ആ 30 seconds നിങ്ങൾ നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കുക. സോ ആ 30 seconds യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് റീഡ് ക്വിക്ക്ലി ത്രൂ ഹെഡിങ്സ്. സോ നമ്മൾ എന്താണ് ക്വിക്കായിട്ട് നമുക്ക് ആകെ 30 seconds ടൈമേ ഉള്ളൂ. സോ 1 to 12 അല്ലെങ്കിൽ 13 to 24 വരെയുള്ള ആൻസേഴ്സ് നമ്മൾ ക്വിക്കായിട്ട് വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. പ്ലസ് നമ്മുടെ സൈഡിലെ ഹിൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിൻറ്റിങ് വേർഡ്സ് നമ്മൾ പറയും പാർട്ടിയിൽ. സോ ആ ഹിൻറ്റിങ് വേർഡ്സിനെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ച് തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഓഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരുമായിരിക്കും. ആ ഹിൻറ്റിങ് വേർഡ്സ് വെച്ചായിരിക്കും നമ്മുടെ ആൻസർ ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ആ ഹിൻറ്റിങ് വേർഡ്സ് നിങ്ങൾ വായിക്കുമ്പോൾ ഫുൾ ഡാഷ് ക്വസ്റ്റ്യൻ അല്ലാണ്ട് ഫുൾ ക്വസ്റ്റ്യൻസ് ഉള്ള മീനിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ആ 1 to 12 വരെയുള്ള എല്ലാ ഇൻഫർമേഷനും വായിച്ച് പോകാൻ നോക്കുക. പ്ലസ് ഹിൻറ്റിങ് വേർഡ്സ് അല്ലെങ്കിൽ ഹിൻറ്റിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പോകാൻ നോക്കുക. സോ സെക്കൻഡ് എന്ന് പറയുന്നത് തിങ്ക് അബൌട്ട് ടൈപ്സ് ഓഫ് വേർഡ്സ് ദാറ്റ് മേ ഫിറ്റ്. നമ്മൾ തന്നെ പ്രിഡിക്ഷൻ മെത്തേഡ്
ചെയ്യണം. നമുക്ക് പാർട്ട് എയിൽ നമ്മുടെ ആൻസേഴ്സ് ഏറ്റവും കൂടുതൽ ശരിയാകാൻ വഴിയുള്ള അല്ലെങ്കിൽ ആ ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ തന്നെ അവിടെ എന്തായിരിക്കും ആൻസർ വരാൻ സാധ്യതയുള്ളത് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. കാരണം നമ്മളെല്ലാവരും നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടുള്ള ആൾക്കാരാണ്. സോ അപ്പോൾ നമുക്കറിയാം ഇപ്പം ഇന്ന മെഡിക്കേഷനാണ് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് സംതിങ് എൽസ് ആണെങ്കിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന അസുഖത്തിന് ഇന്ന മെഡിക്കേഷൻസ് ഒക്കെ ആയിരിക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒരു പ്രഡിക്ഷൻ മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു വേർഡ് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ പ്രിഡിക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രാക്ടീസ് സെക്ഷനിൽ തുടങ്ങിയാലേ നമുക്ക് ആ ഒരു പ്രിഡിക്ഷൻ മെത്തേഡ് പ്രാക്ടീസിലൂടെ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ തിങ്ക് അബൌട്ട് സ്പോക്കൺ ലാംഗ്വേജ് വേഴ്സസ് റിട്ടൺ. സോ ഇവിടെ എന്താണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പേഷ്യൻ്റ് എപ്പോഴും എന്താണ് ഇൻഫോർമൽ ലാംഗ്വേജിലായിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എപ്പോഴും എന്താണ് ഫോർമൽ ലാംഗ്വേജിലായിരിക്കും. സോ അതിനെയാണ് സിനോണിമസ് എന്ന് പറയുന്നത്. സിനോണിമസ് ലാംഗ്വേജ് ആയിരിക്കും അല്ലെങ്കിൽ പേഷ്യൻ്റ് പറയുന്നതിൻ്റെ സിനോണിമസ് ലാംഗ്വേജ് ആയിരിക്കും നമ്മുടെ ഡാഷൻ അപ്പുറം ഇപ്പുറം ഉള്ളത്. സോ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് ക്യാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എയിം ടു റീഡ് ഓൾ ഇൻഫർമേഷൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡിങ്സ്, ബുള്ളറ്റ് പോയിൻറ്റ്സ്, അതിലുള്ള ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും മാക്സിമം റീഡ് ചെയ്ത് 30 സെക്കൻഡ്സിൽ റീഡ് ചെയ്ത് മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കാം. സോ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് പ്രെഡിക്റ്റിംഗ് ഹെൽപ്സ് യു ടോൺ ഇൻ ദി ടോപ്പിക് ആസ് യു ആർ റെഡി ടു ലിസൺ ഫോർ ആൻഡ് പിക്ക് ഔട്ട് റെലവൻറ്റ് ഇൻഫർമേഷൻ. സോ നമ്മൾ ആ ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ നമുക്ക് 30 സെക്കൻഡ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വായിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന് പിന്നെയും വായിക്കാൻ നിൽക്കരുത്. ഓഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് ഓഡിയോയിൽ തന്നെയായിരിക്കണം. പിന്നെയും ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയോ സ്കിപ്പാകും, ആൻസറും സ്കിപ്പാകും. സോ അതിലും നല്ലത് ആ 30 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം വായിക്കാൻ പറ്റുന്നോ അത്രത്തോളം വായിക്കുക. ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കാൻ നിൽക്കരുത്, നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സെക്ഷൻ. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മെറ്റീരിയലാണ് സാൻഡ്ര ബോസ്വർത്ത്. പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം. നമ്മളിവിടെ കുറച്ച് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞൊരു കാര്യം ഇനി കമ്മിങ് ടു നമ്മുടെ മെറ്റീരിയൽ സെക്ഷനിലോട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ സ്ട്രാറ്റജീസ് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു നമുക്ക് 30 സെക്കൻഡ്സ് ആണ് സമയമുള്ളത്. ആ 30 സെക്കൻഡ്സിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ്. എന്താണോ മെറ്റീരിയലിൻ്റെ അകത്ത് 1 to 12 തന്നിരിക്കുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അത് ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് റീഡിങ് ഹാബിറ്റ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ റീഡിങ് സെക്ഷൻ അല്ലെങ്കിൽ റീഡിങ് എന്നൊരു മൊഡ്യൂളിനെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി നിങ്ങൾ റീഡിങ് പ്രാക്ടീസ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് തുടങ്ങിക്കാണും. സോ നിങ്ങൾക്ക് റീഡിങ്ങിന് മാത്രമല്ല അത് ഹെൽപ്ഫുൾ ആവുന്നത്, ലിസണിങ്ങിന് ഹെൽപ്ഫുൾ ആകും. കാരണം നമുക്ക് ആ ഒരു ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് വായിക്കാനുള്ള സ്പീഡാണ്, അത് വായിച്ച് മനസ്സിലാക്കാനുള്ള സ്പീഡാണ് നമുക്ക് വേണ്ടത്. സോ ഓഫ് കോഴ്സ് റീഡിങ്ങിന് ഹെൽപ്പ് ആകുന്ന പോലെ തന്നെ ലിസണിങ്ങിനും ഇവിടെ ഹെൽപ്പ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ സ്പീഡ് കൂടുതലായിട്ടുണ്ടെങ്കിൽ 30 സെക്കൻഡ്സിൽ ഈസി ആയിട്ട് നമുക്ക് വായിക്കാവുന്നേ ഉള്ളൂ. വായിക്കുമ്പോൾ ഫുൾ ഇൻഫോർമേഷൻസ് വായിക്കാൻ ശ്രമിക്കുക. സോ ഇവിടെ പേഷ്യൻ്റെ നെയിം പറഞ്ഞിട്ടുണ്ട് അല്ലേ, സാൻഡ്ര ബോസ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഹിസ്റ്ററി ഓഫ് കണ്ടീഷൻ, ഫസ്റ്റ് സിംറ്റംസ്, ഹിസ്റ്ററി ഓഫ് കണ്ടീഷൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ പേഷ്യൻ്റ് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സിംറ്റംസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ പ്രെഡിക്ഷൻ മെത്തേഡാണ്, നമ്മൾ ഓൾറെഡി സെക്കൻഡ് ടിപ്സ് പറഞ്ഞായിരുന്നു, പ്രെഡിക്ഷൻ മെത്തേഡാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഫസ്റ്റ് സിംറ്റംസ് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് സിംറ്റംസ് അപ്രോക്സിമേറ്റ്ലി. സോ പേഷ്യൻ്റെ സാൻഡ്രയുടെ ഫസ്റ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോണം. അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുമ്പോൾ ഒരു ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൈം ഇൻഡിക്കേഷൻ ആയിരിക്കാം, നമ്മൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങുക അല്ലേ. സോ ഇവിടെ നിങ്ങൾ ഓർക്കുക പ്രെഡിക്ഷൻ മെത്തേഡ്, ഇവിടെ നമ്മൾ ഓൾറെഡി ആൻസർ പ്രെഡിക്റ്റ് ചെയ്തു. നമ്മളിവിടെ കറക്റ്റ് വേർഡല്ല പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ഏത് കോൺടെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആയിരിക്കും അവിടെ ആൻസറായിട്ട് വരുന്നതെന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രെഡിക്ഷൻ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ ആ ഡാഷിന് അപ്പുറം ഇപ്പുറമുള്ള കാര്യങ്ങൾ ജസ്റ്റ് വായിക്കുക. അതിൻ്റെ സിനോണിമസും കൂടെ
ഒന്ന് ഗസ് ചെയ്യുക. സോ ഇവിടെ സിംറ്റംസ് എന്ന് തന്നെ പറയണമെന്നില്ല. പറയുന്നുണ്ടായിരിക്കാം എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് സൈൻ തുടങ്ങിയത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ എന്തെങ്കിലും ഒരു ടൈം ഇൻഡിക്കേഷൻ ആയിരിക്കും അവിടെ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആഫ്റ്റർ ഗിവിങ് ബർത്ത് 8 months ago ആണ് അല്ലേ. സോ ആഫ്റ്റർ ഗിവിങ് ബർത്ത് 8 months agoയിൽ ആണ് ബർത്ത് ഗിവ് ചെയ്തത്. സോ പാർഷ്യലി ലോസ് സെൻസ് ഓഫ് ഡാഷ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലാണ് ആൾക്ക് സെൻസ് ഓഫ് ലോസ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ അപ്പോൾ ഇവിടെ പാർഷ്യലി എന്ന് തന്നെ മെൻഷൻ ചെയ്യണമെന്ന് ആവശ്യമില്ല. നമ്മുടെ ഓഡിയോയ്ക്കകത്ത് വേറെ എന്തെങ്കിലും സിനോണിമസ് ആയിരിക്കാം പറയുന്നത്. സോ ഇനി സെൻസ് ഓഫ് ലോസിന് നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കാം സിനോണിമസ് ആയിട്ട് വരുന്നത്. സോ അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് മെത്തേഡിൽ ആ 30 seconds നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. എക്സ്പെഷ്യലി പേഷ്യൻ്റെ സെൻസ് ഓഫ് ലോസ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അട്രിബ്യൂട്ടഡ് ടു ഡാഷ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. ഓക്കെ, ചൈൽഡ് ബർത്തിന് ശേഷം അട്രിബ്യൂട്ടഡിൻ്റെ മീനിങ് എന്താണ്? സോ അട്രിബ്യൂട്ടഡ് മീൻസ് കോസ്റ്റ് ബൈ അല്ലേ. എന്തോ ഒരു കാര്യം കോസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പറയുന്നുണ്ട് എക്സാമ്പിളായിട്ട് ആഫ്റ്റർ ചൈൽഡ് ബർത്തിന് ശേഷമാണ് അവർക്ക് എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ സെൻസ് ഓഫ് അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ, ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സിംറ്റം കോസ് ചെയ്യുന്നത് ആഫ്റ്റർ ചൈൽഡ് ബർത്തിന് ശേഷമാണെന്നാണ് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾ ആ ഒരു സിനോണിമസിന് അല്ലെങ്കിൽ മീനിങ് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് ക്യാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഒരു 1 2 3 എക്സാമ്പിൾ എടുത്തിട്ടുണ്ടല്ലേ. സോ അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കി നിങ്ങളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് നോക്കുക. നമുക്ക് പല രീതിയിൽ ഇതിനെ പ്രഡിക്ഷൻ മെത്തേഡ് ചെയ്യാം. സോ ആ 30 seconds നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രഡിക്ഷൻ മെത്തേഡ് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ ട്രാൻസ്ക്രിപ്റ്റാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ 3 ആൻസേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് നോക്കാം. സോ ഇവിടെ ലിസണിങ് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്. സോ സാൻഡ്ര, ഐ അണ്ടർസ്റ്റാൻഡ് യു ഹാവ് ബീൻ റെഫേർഡ് ടു മീ ബിക്കോസ് യു ഹാവ് ബെൽസ് പാലസി ആൻഡ് ഇറ്റ് ഈസ് ബീൻ ഗോയിങ് ഓൺ ഫോർ സം ടൈം എന്ന് പറയുന്നുണ്ട്. സോ പേഷ്യൻ്റ് വന്നത് തന്നെ എന്തിനാണ്? ഡോക്ടറിൻ്റെ അടുത്ത് റെഫർ ചെയ്തിരിക്കുന്നത് ബെൽസ് പാലസി ആയിട്ടാണ്. ഇറ്റ്സ് ബീൻ ഗോയിങ് ഓൺ ഫോർ സം ടൈം. സോ ഇത് കുറേ നാളായിട്ട് ഗോയിങ് ഓൺ ആണല്ലോ എന്ന് ചോദിക്കുവാണ്. സോ അപ്പോൾ പേഷ്യൻ്റ് പറയുന്നുണ്ട് യെസ് ദാറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്നുണ്ട്. എഗെയിൻ നമ്മൾ ഡോക്ടർ സംസാരിക്കുകയാണ്. ഓക്കെ, വെൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വണ്ടർ ഇഫ് യു കുഡ് റൺ through for me how this started, what treatment you have had and so forth. I have your notes here but it would be good to hear it from your point of view. So പേഷ്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ സിംറ്റംസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? ഓക്കെ, നമ്മുടെ പേഷ്യൻ്റ് പറയുന്നു ഷുവർ. ഇറ്റ് ഓൾ ബിഗൻ വെൻ മൈ ഡോട്ടർ വാസ് ബോൺ. സോ ഇവിടെ എന്താണ് വാസ് ബോൺ? അവിടെ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പേഷ്യൻ്റ് ലേമാൻ ടേംസിലോട്ട് എത്തുമ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറയുന്നു മൈ ഡോട്ടർ വാസ് ബോൺ, സോ ദാറ്റ് വാസ് വാട്ട് 8 months ago. അവിടെ ഒരു ടൈം ഇൻഡിക്കേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ, ചൈൽഡ് ബർത്തിന് ടൈം ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ 8 months ago ആണെന്ന് പറയുന്നുണ്ട്. നൗ അറ്റ് ഫസ്റ്റ് എവറിത്തിങ് വാസ് ഫൈൻ. ഇനിഷ്യലേക്ക് ഫൈനായിരുന്നു. ബട്ട് ആഫ്റ്റർ 48 hours, ചൈൽഡ് ബർത്തിന് ശേഷം 48 hours കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ടു നോട്ടീസ് ദാറ്റ് മൈ മൗത്ത് ഫെൽറ്റ് ഫണ്ണി. ഐ റിയലൈസ്ഡ് കുഡ് നോട്ട് ടേസ്റ്റ് എനിത്തിങ്. സോ ഇവിടെ പറയുന്നു ഐ നോട്ടീസ് ദാറ്റ് മൈ മൗത്ത് ഫെൽറ്റ് ഫണ്ണി മീൻസ് അവരുടെ ആ ഒരു സിംറ്റംസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ഫോമാറ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളൂ. ഐ റിയലൈസ്ഡ് ഐ കുഡ് ടേസ്റ്റ് എനിത്തിങ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. സോ ലെഫ്റ്റ് സൈഡ് വെച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്ക് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വെച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. നമ്മുടെ കണ്ടീഷൻ ബെൽസ് പാലസിയാണ്. സോ സയൻസ് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ ഐ കുഡ് നോട്ട് ടേസ്റ്റ് എനിത്തിങ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. സോ ലെഫ്റ്റ് സൈഡ് നമുക്ക് അവിടെ ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നമുക്കിവിടെ ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ അപ്രോക്സിമേറ്റ്ലി 48 hours ആണ് ഫസ്റ്റ് സിംറ്റം സ്റ്റാർട്ടഡ്. അപ്രോക്സിമേറ്റ്ലി 48 hours എന്ന് പറയുന്നുണ്ട്. സോ പിന്നെ 8 months ചൈൽഡ് ബർത്തിന് ശേഷം അല്ലെങ്കിൽ ഗിവിങ് ബർത്തിന് ശേഷം പാർഷ്യൽ ലോസ് ഓഫ് സെൻസ്, ഐ കുഡ് നോട്ട് സെൻസ് എന്നാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അകത്ത് പറയുന്നത്. സോ ലേമൻ ടേംസ് എഗെയിൻ ഞാൻ പറയുവാണ്, നമ്മുടെ പേഷ്യൻ്റ് പറയുന്നത് കോമൺ ലാംഗ്വേജിലായിരിക്കും. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ടേസ്റ്റ് ആണ്. സെൻസ് ഓഫ് ടേസ്റ്റ് കിട്ടുന്നില്ല ലെഫ്റ്റ് സൈഡിലെ മൗത്തിന് എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ ലേമാൻ ടേംസ് മനസ്സിലാക്കി കണ്ടുപിടിക്കുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിത്തിങ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്, ഐ മീൻ ഇറ്റ് വാസ് എ സ്ട്രേഞ്ച്
I could still feel my tongue okay, but that side of my mouth had gone sort of numb. At the time, I just put it down to had tiredness. So ഇവിടെ എന്താ പറയുന്നത്, at the time I just put it down to had. So ഞാൻ ഓൾറെഡി ജസ്റ്റ് മെൻഷൻ ചെയ്തായിരുന്നു നമ്മുടെ ലേമാൻ ടേംസിൽ I just put it down to had tiredness. സോ ഇവിടെ ഒരു പർട്ടിക്കുലർ സിംറ്റംസിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ സംതിങ്ങിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഡൗൺ എന്ന് പറയുന്നത് അല്ലേ. ഒരു സംതിങ് ഏതെങ്കിലും ഒരു ഫ്രേസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഡൗൺ എന്ന് പറയുന്നത്. സോ ഇവിടെ മെൻഷൻ ചെയ്യുന്നു ടയേർഡ്നെസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അറ്റ് ദ ടൈം ആ ഒരു സെൻസ് ഓഫ് ടേസ്റ്റ് ലോസ് ആയപ്പോഴേക്കും അവർക്ക് എന്ത് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്, ടയേർഡ്നെസ് ഉണ്ട്. യു നൗ ലോട്ട്സ് ഓഫ് സ്ട്രേഞ്ച് തിങ്സ് ഹാപ്പൻ ടു യു ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. സോ കുറേ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചൈൽഡ് ബർത്തിൽ എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ലേമാനായിട്ടുള്ള ടേംസ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോർമൽ ലാംഗ്വേജിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഫോർമലോട്ടാക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫോർമലോട്ടാക്കുന്നത്. സോ ആട്രിബ്യൂട്ടഡ് മീൻസ് കോസ്ഡ് ബൈ, അല്ലെങ്കിൽ ആഫ്റ്റർ ചൈൽഡ് ബർത്തിന് ശേഷം അവർക്ക് എന്തോ ഒരു കാര്യം കോസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് എന്താണ്, ടയേർഡ്നെസ് കോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ലേമാൻ ടേംസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലോട്ട് എത്തി. നമ്മളിന്നിവിടെ മെൻഷൻ ചെയ്തിരുന്നത് മെഡിക്കൽ നോളജിനെ അല്ലെങ്കിൽ മെഡിക്കൽ ലാംഗ്വേജിനെ എങ്ങനെയാണ് ലേമാൻ ടെർമിനോളജി ആക്കി, അല്ലെങ്കിൽ ലേമാൻ ടെർമിനോളജിയെ എങ്ങനെയാണ് മെഡിക്കൽ ടെർമിനോളജി ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് എയുടെ സ്ട്രാറ്റജീസ് പറഞ്ഞു. പിന്നെ ലേൺ ദി സ്ട്രാറ്റജീസ് ഓഫ് കംപ്ലീറ്റ്, പാർട്ട് എനെ എങ്ങനെയാണ് കംപ്ലീറ്റ് ഫോമാറ്റിലോട്ടാക്കുന്നത്. സോ ലേമാനെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമൽ ലാംഗ്വേജിനെ മനസ്സിലാക്കി ഫോർമൽ ലാംഗ്വേജിലോട്ട് മാറ്റുമ്പോഴാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് കിട്ടുന്നത്. സോ പ്രാക്ടീസ് ഗ്യാപ്പ് ഫിൽ സ്ട്രാറ്റജീസ്. സോ നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പം ആ ഗ്യാപ്പിന് അപ്പുറം ഇപ്പുറമുള്ള സെൻറ്റൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഹോൺ യുവർ ലിസണിങ് സ്കിൽസ് വിത്ത് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദി ടെസ്റ്റ്. സോ എക്സാമിന് ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, പ്ലസ് മെറ്റീരിയൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ അടുത്ത ലൈവ് സെക്ഷനിൽ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എവരി വൺ. താങ്ക് യു.